എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പോകുന്നത് ഒരു യാത്രയാണ്. പക്ഷേ ഇതൊരു സാധാരണ വിവരണമല്ല. വൈക്കം എന്ന എന്റെ സ്വന്തം നാടിന്റെ ഹൃദയത്തിലേക്ക്, അതിന്റെ ആത്മാവിലേക്കുള്ള ഒരു യാത്ര. ഞാൻ കണ്ടറിഞ്ഞ വൈക്കത്തെയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. ഈ പറഞ്ഞിരിക്കുന്നത് എത്ര ശരിയാണല്ലേ? ഇവിടെ വൈക്കത്ത് ജീവിതത്തിന് ശരിക്കുമൊരു പ്രത്യേക താളമുണ്ട്. തിരക്കില്ലാത്ത പതിഞ്ഞൊരു താളം. ഓരോ നിമിഷവും നമ്മൾ ആസ്വദിച്ച് ജീവിക്കുന്ന ഒരു ഫീല്. ആ ഒരു അനുഭവത്തിലേക്ക്, ആ ശാന്തതയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ വൈക്കം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറേ അറ്റത്തുള്ള ഒരു കൊച്ചു പട്ടണമാണ്. പക്ഷേ ഇവിടുത്തെ ജീവിതം അത് ശരിക്കും രണ്ട് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് മുന്നോട്ടു പോകുന്നത്. ഒന്ന്, നമ്മുടെയെല്ലാം ആശ്രയമായ വൈക്കം ക്ഷേത്രം. പിന്നെ നമ്മളെ എപ്പോഴും തൊട്ടുരുമിയൊഴുകുന്ന ഈ വേമ്പനാട്ട് കായലും. നമ്മുടെ പട്ടണത്തിന്റെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ മഹാദേവ ക്ഷേത്രം. ഇതൊരു അമ്പലം മാത്രമല്ല, സത്യം പറഞ്ഞ വൈക്കത്തിന്റെ നട്ടെല്ല് തന്നെ ഇതാണ്. ഇവിടുത്തെ എല്ലാ വഴികളും തുടങ്ങുന്നതും വന്നു ചേരുന്നതും ഇവിടെയാണ്. ഈ നാടിന്റെ ഓരോ സ്പന്ദനത്തിലും ഈ ക്ഷേത്രമുണ്ട്. അത്രയ്ക്ക് പ്രധാനമാണ്. ക്ഷേത്രം ഒരു ഭാഗത്ത് നമ്മുടെ കേന്ദ്രബിന്ദുവാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ താളം, ആ ഒഴുക്ക് വരുന്നത് വേമ്പനാട്ട് കായലിൽ നിന്നാണ്. ഈ വെള്ളം വെറുമൊരു കാഴ്ചയല്ല, ഞങ്ങളുടെ ഉപജീവനമാണ്, ഞങ്ങളുടെ പ്രകൃതിയാണ്. എന്തിനധികം പറയുന്നു, സമയം പോലും ഇവിടെ പതിയെ ഒഴുകുന്നത് പോലെ തോന്നുന്നത് ഈ കായലിന്റെ സാന്നിധ്യം കൊണ്ടാണ്. ശരി, വൈക്കത്തിന്റെ ഈ പതിഞ്ഞ താളത്തിൽ നിന്ന് നമുക്ക് നേരെ ഇവിടുത്തെ ഏറ്റവും വലിയ ആഘോഷത്തിലേക്ക്, ആ ഒരു എനർജിയിലേക്ക് പോകാം. ഞങ്ങളുടെ നാടിന്റെ ഹൃദയമിടിപ്പെന്ന് തന്നെ പറയാവുന്ന വൈക്കത്തഷ്ടമിയിലേക്ക്. ഈ വൈക്കത്തഷ്ടമി എന്ന് പറയുന്നത് ഒരു സാധാരണ ചടങ്ങല്ല കേട്ടോ. അതൊരു സ്ഫോടനം തന്നെയാണ്. ഭക്തിയുടെയും സംസ്കാരത്തിന്റെയും ഒരു വലിയ ഒത്തുചേരൽ. ആ ദിവസങ്ങളിൽ വൈക്കം ഉറങ്ങില്ല. ഈ നാടു മുഴുവൻ ഉത്സവലഹരിയിലായിരിക്കും. ആ ദിവസങ്ങളിലെ ഒരു ഫീലൊന്ന് ആലോചിച്ച് നോക്കൂ. ചെണ്ടമേളത്തിന്റെ ശബ്ദം ഇങ്ങനെ എങ്ങും മുഴങ്ങിക്കേൾക്കാം. നിരന്നു നിൽക്കുന്ന നെറ്റിപ്പട്ടം കിട്ടിയ ആനകൾ, പിന്നെ രാത്രിയെ പകലാക്കുന്ന അലങ്കാര വിളക്കുകൾ, പോരാത്തതിന് പുരാണകഥകൾ പറയുന്ന കഥകളിയും എല്ലാം കൂടി ചേരുമ്പോൾ വൈക്കത്തിന് ആകെ ഒരു പ്രത്യേക ഭാവമാണ്. ഈ ആഘോഷത്തിമിർപ്പുകളിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് പിന്നോട്ട് സഞ്ചരിക്കാം, വൈക്കത്തിന്റെ ചരിത്രത്തിലേക്ക്. ഇവിടുത്തെ ഓരോ വഴിയിലും പതിഞ്ഞുകിടക്കുന്ന ഒരു വലിയ പോരാട്ടത്തിന്റെ ഓർമ്മകളിലേക്ക്. നമ്മളിന്ന് കാണുന്ന ഈ ശാന്തമായ വൈക്കമില്ലേ, ഇതിന്റെ മണ്ണിൽ ഒരു കാലത്ത് വലിയൊരു അനീതിക്കെതിരെ ഒരു തീ ആളിക്കത്തിയിരുന്നു. അത് ഇന്ത്യൻ ചരിത്രത്തിൽ തന്നെ ഇടം പിടിച്ചൊരു സംഭവമാണ്. അതാണ് വൈക്കം സത്യാഗ്രഹം. മനുഷ്യന്റെ അഭിമാനത്തിനും തുല്യതയ്ക്കും വേണ്ടി നടത്തിയ ഒരു പോരാട്ടമായിരുന്നു അത്. സമാധാനപരമായിരുന്നെങ്കിലും അതിന് നല്ല ഉറച്ച നിലപാടുകളുണ്ടായിരുന്നു. സംഭവം നടന്നത് 1924 ക്ഷേത്രത്തിനു ചുറ്റുമുള്ള പൊതുവഴിയിലൂടെ എല്ലാവർക്കും നടക്കാനുള്ള അവകാശത്തിനു വേണ്ടി തുടങ്ങിയ സമരം 1 വർഷത്തിൽ കൂടുതൽ നീണ്ടുനിന്നു. ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, ഗാന്ധിജി, അങ്ങനെ ഒരുപാട് വലിയ നേതാക്കൾ ഇതിന്റെ ഭാഗമായി. അവസാനം 1925 ആ പോരാട്ടം വിജയം കണ്ടു. ആ വഴികൾ എല്ലാവർക്കുമായി തുറന്നുകൊടുത്തു. ആ ഒരൊറ്റ പോരാട്ടത്തോടെ വൈക്കം വെറുമൊരു സ്ഥലപ്പേരല്ലാതായി മാറി. അത് സാമൂഹിക മാറ്റത്തിന്റെ, മനുഷ്യന്റെ അന്തസ്സിനായുള്ള സമരത്തിന്റെ ഒരു ദേശീയ പ്രതീകമായി മാറി. വൈക്കത്തിന്റെ ചരിത്രത്തിലെ ആ തീവ്രമായ ഏടുകളിൽ നിന്ന് നമുക്ക് ഇവിടുത്തെ മറ്റൊരു മനോഹരമായ കാഴ്ചയിലേക്ക് വരാം. ഇവിടുത്തെ മതസൗഹാർദ്ദത്തിന്റെ, ആ ഒരുമയുടെ ഐക്യത്തിലേക്ക്. വൈക്കം ഒരിക്കലും ഒരു മതത്തിന്റെ മാത്രം കേന്ദ്രമായിരുന്നില്ല. ക്ഷേത്രം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടുത്തെ സെന്റ് ജോസഫ്സ് പള്ളി പോലുള്ള ക്രൈസ്തവ ദേവാലയങ്ങളും. അതും ഈ നാടിന്റെ ഒരു ഭാഗം തന്നെയാണ്. ഇത് ശരിക്കും വിശ്വാസത്തിന്റെ 2 മനോഹരമായ മുഖങ്ങളാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു വശത്ത് അഷ്ടമി നാളിലെ ഉത്സവരാവുകളിലെ ആൾക്കൂട്ടവും ആരവങ്ങളും, മറുവശത്ത് ഞായറാഴ്ച രാവിലെ പള്ളികളിൽ നിന്നുള്ള ശാന്തമായ പ്രാർത്ഥനകളും മണിനാദവും. ഇവിടെ ഇവ രണ്ടും പരസ്പരം മത്സരിക്കുന്നില്ല, പകരം ഒരുമിച്ച് സൗഹൃദത്തോടെ നിലനിൽക്കുന്നു. നമുക്ക് വീണ്ടും കായലിനടുത്തേക്ക് തന്നെ തിരിച്ചു വരാം. കാരണം വൈക്കത്തെക്കുറിച്ച് എന്തു പറഞ്ഞാലും അവസാനം നമ്മൾ ഈ വെള്ളത്തിനടുത്തേക്കാണ് എത്തുക. ഈ കായൽ നമ്മളെ ഒരു വലിയ കാര്യം പഠിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ സമാധാനമെന്നത് വെറും നിശബ്ദതയല്ല, മറിച്ച് ജീവിതത്തിനൊരു താളം കണ്ടെത്തലാണ് എന്ന്. വൈക്കത്തിന്റെ ജീവിതത്തിനും അതേപോലെ ഈ കായലിനും അതിൻ്റെതായൊരു താളമുണ്ട്. അപ്പോൾ ഈ വൈക്കം എന്ന നാട് നമ്മളെ എന്തൊക്കെയാണ് പഠിപ്പിക്കുന്നത്? ഒന്ന്, നിശബ്ദമായ ചെറുത്തുനിൽപ്പിന് ഭയങ്കര ശക്തിയുണ്ടെന്ന്. പിന്നെ ഒരുമിച്ച് ജീവിക്കുന്നത് ഒരു കുറവല്ല, അതൊരു വലിയ ശക്തിയാണെന്നും. ശക്തി കാണിക്കാൻ എപ്പോഴും വലിയ ശബ്ദം വേണ്ടെന്നും മാറ്റങ്ങൾ ചിലപ്പോൾ പതിയെ ആയിരിക്കും വരുന്നതെന്നുമൊക്കെ വൈക്കം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ യാത്രയുടെ അവസാനം ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഒരു സ്ഥലം വെറുതെ കാലങ്ങളോളം നിലനിൽക്കുക എന്നതിലുപരി എല്ലാത്തിനെയും അതിജീവിച്ച് നിലനിൽക്കുക എന്നു പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം?
ഒരുപക്ഷേ ആ ചോദ്യത്തിനുള്ള ഉത്തരം വൈക്കത്തിന്റെ ഈ ശാന്തമായ തീരങ്ങളിൽ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞേക്കാം. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ICM കമ്പ്യൂട്ടേഴ്സ് തലയോലപ്പറമ്പ്.